നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് 2026 ഏപ്രിൽ 21 തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില 26 ഡിഗ്രി സെൽഷ്യസുമാകാനാണ് സാധ്യത. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 70 മുതൽ 80%, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 3 മുതൽ 6 കിലോമീറ്റർ വരെ ആകാനുമാണ് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ: വേനൽ ചൂടിൽ നിന്നും ജനങ്ങളെയും സസ്യങ്ങളെയും പക്ഷി മൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ശരീരത്തിന്റെ നിർജ്ജലീകരണം തടയാൻ ഇടയ്ക്കിടയ്ക്ക് ധാരാളം ശുദ്ധജലം കുടിക്കുക. ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. അതുവഴി സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാം. കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ തൊപ്പി, കുട എന്നിവ ഉപയോഗിക്കുക. ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. കണിക ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാം. പുഞ്ചകൃഷി കൊയ്ത്ത് പരുവത്തിലാണ്. മൂപ്പെത്തിയ നെൽപ്പാടങ്ങളിൽ കൊയ്ത്ത് നടത്താവുന്നതാണ്. വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ തെങ്ങ്, കവുങ്ങ് എന്നിവയ്ക്ക് ആവശ്യത്തിന് ജലസേചനം നൽകുക. തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരിയിട്ട് മൂടുന്നത് നല്ലതാണ്. തെങ്ങ്, കവുങ്ങ് എന്നിവയെ ശക്തമായ ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കുമ്മായം തടിയുടെ ഭാഗത്ത് പൂശിക്കൊടുക്കുന്നത് നല്ലതാണ്. വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ വാഴയ്ക്ക് ജലസേചനം നൽകുക. മണ്ണിൽ ഈർപ്പം നിലനിർത്തുക. മൃഗസംരക്ഷണം: തൊലിപ്പുറമേയുള്ള പരാദങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. പനി, വിറയൽ, വിശപ്പില്ലായ്മ, മൂത്രത്തിൽ തവിട്ടു നിറം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം. നന്ദി.